അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത ഈ കാര്യങ്ങൾ ഭാവനയിൽ പറയാൻ നല്ല കഴിവുണ്ടെന്നുള്ളതാണ്. അതാണ് ചിലപ്പോൾ നുണാന്ന് പറയുന്നത്. പലരും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലിപ്പം അദ്ദേഹത്തിന്റെ ഭാവനക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങളെല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് അദ്ദേഹം കാണാതിരിക്കരുത്. അതിലേക്ക് ഞാനിപ്പോ ഏതായാലും പോകുന്നില്ല. ഞാൻ അത്ര ഒരു വിവാദത്തിലല്ല ഇപ്പൊ തയ്യാറാകുന്നത്. ഇപ്പൊ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഘട്ടം കടന്നു പോവുകയാണ് വേണ്ടത്. അതിൽ ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. അത്രത്തോളം മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. മറ്റേ വളരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഈ ഇദ്ദേഹത്തെ കാണാതായപ്പോൾ തന്നെ അത് നാടിൻ്റെ ഒരു നൊമ്പരമായിട്ട് മാറുകയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിനിടക്കാണ് കാണാതാവുന്നത്. രക്ഷിച്ചയാള്, രക്ഷപ്പെട്ടയാള്, അദ്ദേഹം രക്ഷപ്പെടുത്തിയയാള്, അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടി നാടിന്റെ ശ്രദ്ധയിൽ നല്ല നിലക്കത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്തരം ഒരു കാര്യത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം നടപടിയെടുക്കുക എന്നുള്ളതല്ല വരിക. എവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടണമോ അവിടെയെല്ലാം ആ ശ്രദ്ധ അപ്പോഴേക്ക് എത്തും. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ വരും, സ്വാഭാവികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ വരും. എന്തായി എന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാം ഉണ്ടായോ എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അത്രയും ഞാൻ പറഞ്ഞില്ലേ, അത് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ കൂടുതലായിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതില് സാധാരണഗതിയിൽ സംഭവിക്കാൻ പറ്റാത്തൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മറ്റൊരാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ഒരു വ്യക്തിയോട് അങ്ങേയറ്റത്തെ അനാദരവുണ്ടായിരിക്കുന്നു. അതിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവും.